നമസ്കാരം, അതിവേഗ വാർത്തകളിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിക്ക് ഫോൾസ് ഈഗോ എന്ന പ്രതിപക്ഷം സമരക്കാരെ ബക്കറ്റ് പിരിവുകാരെന്ന് വിളിച്ച് സർക്കാർ അധിക്ഷേപിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് ആരോഗ്യമന്ത്രി. ആഴക്കടൽ ഖനനത്തിന് കേന്ദ്രം സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകിയതിനെ എതിർത്ത് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ. കടലിലെ മത്സ്യസമ്പത്തിനും ജൈവ വൈവിധ്യത്തിനും ആഴക്കടൽ ഖനനം കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് സംസ്ഥാനം നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കടലിലെ തന്ത്രപ്രധാന ധാതുക്കൾ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലെത്തുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും സഭ വിലയിരുത്തി. KSRTC ശമ്പള പ്രതിസന്ധി അവസാനിച്ചതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി. സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുന്നതെന്നും വ്യക്തമാക്കി. SBIയിൽ നിന്ന് 100 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താകും ശമ്പള വിതരണം. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി CPM. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ തുടരും. MP ജയരാജനെയും P ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. MP ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. CPM സംസ്ഥാന സമ്മേളനത്തിന് മറ്റന്നാൾ കൊല്ലത്ത് തുടക്കമാകും. താമരശ്ശേരി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന 10-ാം ക്ലാസ്സുകാരൻ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണം. പ്രധാന പ്രതി ഷഹബാസിനൊപ്പം ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചയാളെന്ന് പിതാവ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ടെന്നും ഇക്ബാൽ. മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. മലപ്പുറം കൂട്ടൂക്കര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. ട്യൂഷന് പോയ 2 പേർ തമ്മിലുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. കാസർഗോഡ് ഫുട്ബോൾ കളി കാണാനെത്തിയ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ്. കൊച്ചിയിൽ 9-ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു. കുട്ടി സഹപാഠികളുടെ വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തായത്. കുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ പ്രത്യേക ബെഞ്ചിന്. കേസുകൾ പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പൊതു താൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കെൽസ് അറിയിച്ചതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവ്. കേസുകൾ പുതിയ ബെഞ്ച് നാളെ പരിഗണിക്കും. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി അറസ്റ്റിൽ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ ഫൈസിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതായും ED. അഭിപ്രായ സ്വാതന്ത്ര്യം എന്തെന്ന് പോലീസ് മനസ്സിലാക്കണമെന്ന് സുപ്രീം കോടതി. സാമൂഹിക മാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് തന്റെ പേരിൽ ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപട്ക്ക് നൽകിയ ഹർജി വിധി പറയാൻ മാറ്റിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കവിതയ്ക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേശവിരുദ്ധമല്ലെന്നും കോടതി. വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി കർഷക സംഘടനകൾ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനമെന്ന് കർഷക കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച. മാർച്ച് 5 മുതൽ ചണ്ഡീഗഡിൽ പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ടു പോകാൻ കർഷക സംഘടനകളുടെ തീരുമാനം. ഗുജറാത്തിലെ ഗിർ വന്യജീവി സങ്കേതത്തിൽ സഫാരിക്കിടെ പകർത്തിയ ചിത്രങ്ങൾ X അക്കൗണ്ടിലൂടെ പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക വന്യജീവി ദിനത്തിൽ ഗിർ വന്യജീവി സങ്കേതത്തിൽ പ്രധാനമന്ത്രി ജീപ്പ് യാത്ര നടത്തിയിരുന്നു. സഫാരിക്ക് എത്തിയപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഓർമ്മയിലെത്തിയെന്ന അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ പങ്കുവച്ചത്. രാജ്യത്തെ ആദ്യമായി നടത്തിയ നദീ ഡോൾഫിനുകളെ കുറിച്ചുള്ള സർവേയിൽ ഇന്ത്യയിൽ 6000
5327 നദീ ഡോൾഫിനുകൾ ഉള്ളതായി റിപ്പോർട്ട്. 8 സംസ്ഥാനങ്ങളിലെ 28 നദികളിൽ നിന്നായാണ് ഡോൾഫിനുകളെ കണ്ടെത്തിയത്. എണ്ണത്തിൽ ആദ്യം ഉത്തർപ്രദേശും, രണ്ടാമത് ബീഹാറും, മൂന്നാമത് പശ്ചിമ ബംഗാളുമാണ്. ഉത്തരാഖണ്ഡ് ഭാഷാ സംസ്ഥാൻ സംഘടിപ്പിച്ച ഉത്തരാഖണ്ഡ് സാഹിത്യ ഗൗരവ് സമ്മാൻ 2024 പങ്കെടുത്ത ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. പരിപാടി ധാമി വിവിധ സാഹിത്യ കലാകാരന്മാരെയും ഭാഷാ പണ്ഡിതന്മാരെയും ആദരിച്ചു. ഉത്തരാഖണ്ഡ് സാഹിത്യ ഗൗരവ് സമ്മാൻ ചടങ്ങ് സാഹിത്യ പാരമ്പര്യത്തെയും സാഹിത്യ കലാകാരന്മാരോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി ധാമി. യൂട്യൂബർ രൺവീർ അല്ല ഭാടിയയ്ക്ക് പോഡ്കാസ്റ്റുകളും ഷോകളും സോഷ്യൽ മീഡിയ ഉപാധികളോടെ അപ്ലോഡ് ചെയ്യാൻ അനുമതി നൽകി സുപ്രീം കോടതി. സമയ റെയ്നയുടെ യൂട്യൂബ് ഷോയിൽ അലഹാബാദിയ നടത്തിയ മോശം പരാമർശങ്ങളെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പോസ്റ്റ് ഗാർഡ് സംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് കോടതി രൺവീറിനെ വിലക്കി. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് US പ്രസിഡന്റ്. തീരുമാനം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ഇളവുകൾ ഇനി നൽകാനില്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമെങ്കിലും തൃപ്തികരമെന്ന് വത്തിക്കാൻ. ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് ആരോഗ്യനില അല്പം വഷളായെങ്കിലും കഫക്കെട്ട് നീക്കിയ ശേഷം പോപ്പ് രാത്രി നന്നായി ഉറങ്ങി. രക്തപരിശോധനയിൽ പുതുതായി അണുബാധയുടെ ലക്ഷണങ്ങളില്ല. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുന്നുണ്ട്. 17 ദിവസമായി റോമിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പോപ്പ്. ട്രംപ് സെലൻസ്കി തർക്കത്തിന് പിന്നാലെ യുക്രൈനിലുള്ള സൈനിക സഹായം മരവിപ്പിച്ച അമേരിക്ക. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സാമ്പത്തിക ആയുധ സഹായമില്ലെന്നും പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ സഹായിക്കുള്ളൂ എന്നും ട്രംപ്. തെക്കൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം വടക്കൻ ജില്ലകളിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നും സൂചനയുണ്ട്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സംഘർഷം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലാണ് വാക്കേറ്റവും ഉന്തും തള്ളും നടന്നത്. പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതിനെ ഭരണപക്ഷം പ്രതിരോധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. മലബാർ മേഖലയിലെ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിലെ ഹൈക്കോടതി നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ. മുസ്ലിം ലീഗാണ് അപ്പീൽ നൽകിയത്. അപ്പീലിനെതിരെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി നൽകി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക എന്നത് അസാധ്യമാണെന്ന് ഹൈക്കോടതി. സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം മറുപടി നൽകണം. മാർച്ച് 17-നകം വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തിന് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം വടക്കൻ പറവൂർ മുനിസിപ്പൽ കവലയ്ക്ക് സമീപം യുവാവ് മരിച്ച നിലയിൽ. വടക്കൻ പറവൂർ സ്വദേശി രാകേഷ് മേനോനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. 3 മാസം മുൻപ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതിയുമാണ്. സംഭവത്തിൽ വടക്കൻ പറവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാനൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു കൈമാറി. 10 ലക്ഷം രൂപയാണ് വനം വകുപ്പ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 5 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത്. മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സനാണ് വീട്ടിലെത്തി ചെക്ക് കൈമാറിയത്. തൃശൂർ പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴ കൃഷി നശിപ്പിച്ചു. 1 മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും കാട്ടിലേക്ക് കയറ്റി. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാടിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. തൃശൂർ ചൊക്കനയിൽ തൊഴിലാളി ലയത്തിനെതിരെ കാട്ടാന എത്തി. തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്ന് കിടക്കുന്ന കാട്ടാന നിലയുറപ്പിക്കുകയായിരുന്നു. തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന ആളുകൾക്ക് നേരെ തിരിഞ്ഞു. ആളുകൾ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി.
അതിരപ്പിള്ളിയിലെ കാലിൽ പരിക്കേറ്റ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ ഡോക്ടർ നിരീക്ഷിച്ചു. കാൽ ഉളുക്കിയതോ മുറിവേറ്റതോ ആകാമെന്ന പ്രാഥമിക വിലയിരുത്തൽ. ആനയെ വരും ദിവസങ്ങളിലും നിരീക്ഷിക്കും. കഴിഞ്ഞ ദിവസമാണ് ആനയെ കാലിന് പരിക്കേറ്റ നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തി. എറണാകുളം കോതമംഗലത്ത് ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടപ്പടി സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. വീടിന് സമീപം എത്തിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ആന തിരിഞ്ഞപ്പോൾ ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മലപ്പുറം പത്തിരിയാലിൽ അമിത വേഗത്തിലെത്തിയ മാരുതി ഡിസയർ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. മഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മതിയായ രേഖകളില്ലാതെ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് സ്വദേശിയുടെ ട്രോളർ ബോട്ട് പിടിച്ചെടുത്തു. തമിഴ്നാട് സ്വദേശിയായ ബേബി ജോണിന്റെ ബോട്ടാണ് പിടികൂടിയത്. മറൈൻ ആംബുലൻസിൽ നടത്തിയ പട്രോളിംഗ് വിഴിഞ്ഞത്തു നിന്നും 4 കിലോമീറ്റർ ഉള്ളിൽ വെച്ചാണ് ബോട്ട് പിടികൂടിയത്. കാസർഗോഡ് വാമഞ്ചൂരിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. വായിക്കട്ട സ്വദേശികളായ ജനാർദ്ദനൻ, വരുൺ, കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഉപ്പിനങ്ങാടി സ്വദേശി രക്തൻ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയിൽ എത്തിയ കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത 2 അംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിശ്ശേരി സ്വദേശി KC സൈനുദ്ദീൻ, O വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 6 ഗ്രാം മെത്തവിറ്റമിൻ കണ്ടെടുത്തു. മലപ്പുറം തിരൂരങ്ങാടിയിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. പാറപ്പുറം സ്വദേശികളായ അഫ്സൽ, സൈഫുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. തിരൂരങ്ങാടി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന MDMA വിവിധ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ നിലയിലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ലഹരിക്കെതിരെ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ യുവാവ് പിടിയിൽ. പെരുമാതുറ സ്വദേശി അസറുദ്ദീനാണ് പിടിയിലായത്. റൂറൽ നർക്കോട്ടിക് സെൽ DYSP, വർക്കല DYSP എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ആലപ്പുഴ തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി അക്രമ വിരുദ്ധ ബോധവൽക്കരണ അസംബ്ലി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ ബിനു ഐസക് രാജ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്യാമ്പ് ആലുവ DYSP TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആലുവ സബ് ഡിവിഷനിലെ മുഴുവൻ ക്യാമ്പസുകളിലും ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. മലപ്പുറം വടപ്പുറം വള്ളിക്കെട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ തകർത്ത നിലയിൽ കണ്ടെത്തി. വള്ളിക്കെട്ടിൽ കുതിരപ്പുഴയുടെ സമീപമുള്ള കിണറിൽ നിന്നും 200 മീറ്ററോളം ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് തകർന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TP ഉമേയുത്ത സ്ഥലം സന്ദർശിച്ച് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. തൃശൂർ വരന്തരപ്പിള്ളിയിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാറക്കുളം സ്വദേശികളായ ശ്രീജിത്ത്, രാജേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 1-നാണ് ഇരുവരും കടമ്പോട് സ്വദേശി സേവ്യറിന്റെ മകനെയും വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ ചാലക്കുടിയിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. പന്തലൂർ സ്വദേശി സലീഷാണ് അറസ്റ്റിലായത്. മാർച്ച് 3-ന് സംശയം മൂലമുള്ള വിരോധത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാമക്കാല സ്വദേശി ഷാബിത്തിനെയാണ് റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 13-ന് കണ്ണംപുള്ളിപ്പുറം സ്വദേശി സായുജിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മലപ്പുറം കൊളത്തൂരിൽ ഇരുവൃക്കകളും തകരാറിലായ യുവാവിന്റെ വീട് പണി പൂർത്തീകരിച്ചു. ചെമ്മലശ്ശേരി സ്വദേശി നൌഫലിനാണ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്തത്. വീടിന്റെ താക്കോൽ കൈമാറൽ കർമ്മം കൊളത്തൂർ SI ശങ്കരനാരായണൻ നിർവഹിച്ചു. പാലക്കാട് തൃത്താലയിൽ ബാലസംഘം
ബാലസംഘം തൃത്താല ഏരിയ കമ്മിറ്റി എഴുത്തുകാരൻ എം ശിവശങ്കർ മാസ്റ്ററെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം പ്രൊഫസർ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ഒ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം ആഘോഷവും ജ്ഞാനപ്പാന പുരസ്കാര വിതരണവും നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ പി ശങ്കരന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി. തൃശൂർ പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലകൾക്ക് സൗജന്യ സംഭാര വിതരണവുമായി 10+ കൂട്ടായ്മ. സൗജന്യ സംഭാര വിതരണോദ്ഘാടനം താന്യം പഞ്ചായത്ത് മെമ്പർ ആന്റോ തുറയിൽ നിർവഹിച്ചു. ഭാരവാഹികളായ രാകേഷ് ബി വി, വിനോയ് തണ്ടാശ്ശേരി, അനീഷ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം ആശ്രാമം മൈതാനിയിൽ വിപണന മേളയ്ക്ക് തുടക്കമായി. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന മേള മാർച്ച് 10-ന് അവസാനിക്കും. വിപണന മേള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം എടപ്പാളിൽ ജൽജീവൻ പൈപ്പുകളിൽ സ്ഥാപിക്കാൻ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട അവസ്ഥയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യം രൂക്ഷമാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകൾ തെറിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെ ഗ്ലാസുകളിൽ തട്ടുന്ന അവസ്ഥയിലുമാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൃശൂർ ചേർപ്പയിൽ തകരാറിലുള്ള പഴയ കോപ്പിയർ മെഷീൻ നൽകിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ പരാതിക്കാരിക്ക് അനുകൂല വിധി. ചേർപ്പ് സ്വദേശി സുനിത ശ്യാമളന്റെ ഹർജിയിലാണ് കോപ്പിയർ സർവീസ് പോയിന്റ് ഉടമയ്ക്കെതിരെ വിധി വന്നത്. വാങ്ങി 6 മാസം കഴിഞ്ഞതോടെ കോപ്പികൾ തെളിയാതായും കോപ്പിയിൽ വരകൾ രൂപപ്പെടുകയുമായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത തുക നൽകിക്കൊണ്ടാണ് ഇ വേസ്റ്റ് കളക്ഷൻ നടത്തുന്നത്. സംസ്ഥാനത്തെ ഇ വേസ്റ്റ് കളക്ഷൻ അനുമതി ലഭിച്ച 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് തെക്കുംകര. തൃശൂർ പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്തുപാട്ടും മാർച്ച് 5-ന് ആരംഭിക്കും. ആഘോഷം മാർച്ച് 7 വരെയായിരിക്കും ഉണ്ടാവുക. തൃശൂർ പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷത്തിന്റെ ഭാഗമായി പകൽപൂരം എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രസമിതി സെക്രട്ടറി കെ വി ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് എം എസ് ഭരതൻ, ജോയിന്റ് സെക്രട്ടറി കെ ജി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ വടക്കാഞ്ചേരി RT ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഭദ്രാസന കൺവെൻഷൻ നാളെ തുടങ്ങും. ഭദേൽ അരമന അങ്കണത്തിലാണ് കൺവെൻഷൻ നടക്കുക. യോഗം തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സിറാഫിം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ അംഗനവാടികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. വെളിയനാട് ICDS ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലെ 21 അംഗനവാടികളിലേക്കാണ് ഫർണിച്ചർ വിതരണം ചെയ്യുന്നത്. മാർച്ച് 7 ഉച്ചയ്ക്ക് 2:30 വരെയാണ് ടെൻഡർ സ്വീകരിക്കാവുന്ന അവസാന തീയതി. കീം 2025 പ്രവേശനത്തിനുള്ള അപേക്ഷ മാർച്ച് 10 വരെ സമർപ്പിക്കാം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ജനന തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ മാർച്ച് 10-നകം അപ്ലോഡ് ചെയ്യണം. മറ്റ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് 15 വരെ അവസരമുണ്ട്. കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങി. യുവാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേദി നൽകുന്ന പരിപാടിയിൽ 2025 ഫെബ്രുവരി 24-നും 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പങ്കെടുക്കും. ആലപ്പുഴ
ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് സെമിനാർ മാർച്ച് 9-ന് താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടക്കും. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ വിദ്വാൻ കെ രാമകൃഷ്ണൻ അധ്യക്ഷനാണ്. ആലപ്പുഴ ഭരണിക്കാവ് പഞ്ചായത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. താമരക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം മാർച്ച് 5-ന് രാവിലെ 9:30-ന് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കും. എറണാകുളം ജില്ലയിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 80-ലധികം അപ്രന്റീസ് ട്രെയിനി ഒഴിവുകളിലേക്കാണ് നിയമനം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. മാർച്ച് 13, 14 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് അദാലത്ത്. അസാപ് കേരളയിൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻ എന്നിവയിലോ മറ്റനുബന്ധ വിഷയങ്ങളിലോ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 9-ന് വൈകിട്ട് 5-ന് മുൻപ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കും. കോട്ടയം ജില്ലയിലെ വിവിധ നാഷണൽ ആയുഷ് മിഷൻ സ്ഥാപനങ്ങളിലേക്ക് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. മാർച്ച് 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. തൃശൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. മെഡിക്കൽ സൈക്യാട്രിയിൽ MPhil ബിരുദമുള്ള 18 മുതൽ 41 വയസ്സ് പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് 6-ന് മുൻപായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസ് ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാക്കണം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഇടുക്കി ജില്ലയിലെ അങ്കണവാടി ഹെൽപ്പർമാർക്കുള്ള പരിശീലന പരിപാടിയിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുദ്ര വെച്ച കവറിൽ ടെൻഡർ നൽകണം. പരിശീലന ദിവസങ്ങളിൽ പ്രോഗ്രാം ഓഫീസർ പറയുന്ന പരിശീലന കേന്ദ്രത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകണം. അപേക്ഷകൾ മാർച്ച് 10-ന് വൈകിട്ട് 3 മണി വരെ സ്വീകരിക്കും. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.